സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ബില്ലുകൾ നിയമമാക്കി തമിഴ്നാട് സർക്കാർ. ഗവർണർ പിടിച്ചുവെച്ച 10 ബില്ലുകളാണ് നിയമമാക്കിയത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഗവർണറുടെ ഒപ്പില്ലാതെ സംസ്ഥാനം ഇത്തരത്തിൽ ബില്ലുകൾ നിയമമാക്കുന്നത്. വിഷ്ണു തലവൂർ കൂടി ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് നിർണായകമായ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം തമിഴ്നാട് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടത്. നേരത്തെ വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനം ഈ തമിഴ്നാട് സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഗവർണറെ ചട്ടുകമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ നടത്തുന്ന നടപടികൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ തമിഴ്നാട് സർക്കാർ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ആണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് സുപ്രധാനമായ ഒരു വിധി വന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർമാർ ഇത്തരത്തിൽ സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചുവെക്കരുത്, അത് ഒപ്പിട്ട് രാഷ്ട്രപതിക്ക് അയക്കണം. 3 മാസത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള 1 മാസത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ബില്ലുകൾ അത് രാഷ്ട്രപതിക്ക് അയച്ച് അത് നിയമമാക്കാനുള്ള നടപടികൾ ഗവർണർ കൈക്കൊള്ളണം. ഇത്തരത്തിൽ ഗവർണർമാർ അത്തരത്തിലുള്ള നടപടികൾ കൈക്കൊണ്ട് ഗവർണർമാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ബില്ലുകൾ രാഷ്ട്രപതിയുടെ പക്കലെത്തുമ്പോൾ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചു വെച്ചിരുന്നു. സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയിൽ ഇന്നലെ ആ വിധിയുടെ ഡോക്യുമെന്റും പകർപ്പും ഒക്കെ പുറത്തു വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചുവെച്ച ഈ ഗവർണറുടെ നടപടിക്കെതിരെ 10 ബില്ലുകൾ നിയമമാക്കിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ചരിത്രപരമായ നടപടിയാണ്. വിഷ്ണു, എന്താണ് വിശദാംശങ്ങൾ? വിനിഷ, തീർച്ചയായിട്ടും തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ചരിത്രപരമായിട്ടുള്ള നടപടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായിട്ട് വിധി വരുന്നു. സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ അതിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണം എന്ന് തന്നെയായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു നിർദ്ദേശം, ഉത്തരവ് വന്നത്. അതോടൊപ്പം തന്നെ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ആ ഒരു സമയപരിധി സുപ്രീം കോടതി നിശ്ചയിക്കുകയും ചെയ്തു. എന്തായാലും അതിന് പിന്നാലെയാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ ബില്ലുകൾ പാസ്സാക്കിയിരിക്കുന്നത്. 10 ബില്ലുകളായിരുന്നു തമിഴ്നാട് ഗവർണർ RN രവി പിടിച്ചുവെച്ചിരുന്നത്. ആ 10 ബില്ലുകളും ഗവർണറെ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഒപ്പില്ലാതെ തമിഴ്നാട് സർക്കാർ ഇപ്പോൾ നിയമമാക്കിയിരിക്കുകയാണ്. അത് സുപ്രീം കോടതി ഉത്തരവിൻ്റെ പിൻബലത്തിലാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ ചരിത്രപരമായിട്ടുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. വിനിഷ, ഗവർണർക്കുമല്ല കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടി കൂടിയാകുകയാണ് ഇത്തരത്തിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ വിധിയായാലും ഇപ്പോൾ തമിഴ്നാട് സർക്കാരിൻ്റെ ഇത്തരത്തിൽ പിടിച്ചുവെച്ച ബില്ലുകൾ നിയമമാക്കിക്കൊണ്ടുള്ള നടപടിയായാലും. വിനിഷ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഈ തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരമൊരു നീക്കം ഉണ്ടാകുമ്പോൾ അത് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ് നേരിടുന്നത്. കാരണം പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ സംസ്ഥാനങ്ങളുടെ ഭരണമടക്കം അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇതിനെതിരെ വലിയ തലത്തിൽ പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ നിയമ പോരാട്ടങ്ങളും സുപ്രീം കോടതിയിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഈ ബില്ലുകൾ പാസ്സാക്കാത്ത പിടിച്ചുവെച്ച ഗവർണർ നടപടി പറയുമ്പോൾ തന്നെ കേരളത്തിലും നമുക്കറിയാം, നേരത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ തന്നെ പല ബില്ലുകൾ പിടിച്ചുവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ഗവർണർമാരെ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അവരുടെ ചട്ടുകമാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായിട്ടൊരു വിധി പുറത്തു വരുന്നത്. അത് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാകുന്നു. അതിന് പിന്നാലെയാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ സുപ്രധാനമായിട്ടുള്ള നീക്കം കൂടി ഉണ്ടായിരിക്കുന്നത്. വിനിഷ, ചരിത്രപരമായ നിലപാടുമായി തമിഴ്നാട് സംസ്ഥാന സർക്കാർ ഗവർണർ പിടിച്ചുവെച്ചിരുന്ന 10 ബില്ലുകൾ നിയമമാക്കി. സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായ സുപ്രധാനമായ വിധിക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഗവർണർ പിടിച്ചുവെച്ച 10 ബില്ലുകൾ നിയമമാക്കിക്കൊണ്ട് ഒരു നിലപാടെടുത്തത് തമിഴ്നാട് സർക്കാർ. വിഷ്ണു തലവൂരാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.